നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൻ്റെ പൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ഫെയിലായി പോകുന്ന ഒരു വലിയ ഇഷ്യൂ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം കിട്ടുന്നില്ല. ഒരു പൊല്യൂഷൻ സെൻറ്ററിലുള്ളൊരു വ്യക്തി എന്നെ വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു, ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന വാഹനത്തിന് പോലും ചിലപ്പം ഈ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യത്തിൽ നിന്നും പലരുടെയും കമൻസ് കിട്ടിയ ഒരു കാര്യത്തിൽ നിന്നും ഒക്കെ എനിക്ക് കിട്ടിയ ഒരു കൺക്ലൂഷനാണ് ഞാനിപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയയും കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്പായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ പൊല്യൂഷൻ എന്തുകൊണ്ട് ഫെയിലാകുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, സർവീസ് കൃത്യമാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാറില്ല. സർവീസ് എന്ന് ഉദ്ദേശിക്കുന്ന ഓയിലും ഫിൽറ്റർ മാത്രം മാറില്ല, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കണം. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ശ്രീലാലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, പലർക്കും ഇപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, അതിന് എന്തെല്ലാം ശ്രദ്ധിക്കണം? എൻ്റെ അറിവിൽ തന്നെ രണ്ട് പേർ ഈ പ്രശ്നം നേരിടുന്നു. 6 വർഷമായ ഒരു സ്വിഫ്റ്റ് അടക്കം. ഓക്കെ, അപ്പോൾ 6 വർഷം എന്ന് പറഞ്ഞാൽ വലിയ പഴക്കം വരുന്നില്ല, 6 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ 6 വർഷമായ സ്വിഫ്റ്റിന് പോലും പൊല്യൂഷൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ആദ്യം സർവീസുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതായത് എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ഫ്യൂൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമുക്ക് ഇത് ഒരു തവണ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഫ്യൂൽ ടാങ്കിനകത്തുള്ള ഫ്യൂൽ ഫുള്ളൊന്ന് ബേൺ ചെയ്ത് കളഞ്ഞിട്ട്, അതായത് ഒത്തിരി ഓടി ഒന്ന് ലാസ്റ്റ് വരെ എത്തിയതിന് ശേഷം കുറച്ച് കൂടുതൽ ഫ്യൂൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 20-25 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 കിലോമീറ്റർ എങ്കിലും ഓടിയിരിക്കണം. ആ ഒരു 20 കിലോമീറ്റർ ഓടിയതിന് ശേഷം കൊണ്ടുപോയി നമ്മൾ പൊല്യൂഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ഒരു 90%, ഒരു 90% ഈ പറയുന്ന രീതി ചെയ്തതിന് ശേഷം പാസ്സായ ഒരുപാട് പേരെ എനിക്കറിയാം. ഞാനും പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്തത് കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹീറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് പൊല്യൂഷൻ പിന്നെ വരാതിരിക്കുന്നതായിരിക്കാം. ഇൻ കേസ് ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട്, ഏത് സബ്സ്റ്റൻസ് കൂടിയിട്ടാണ് നമുക്ക് പൊല്യൂഷൻ ഫെയിലായി പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതായത് നമുക്കൊരു തവണ പൊല്യൂഷൻ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫെയിലിൻ്റെ റിസൾട്ട് നമുക്ക് തരും. ആ റിസൾട്ടിനകത്ത് ഏത് കാര്യമാണ് കൂടുതൽ നിൽക്കുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോ കാർബൺസ് ആണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷേ ഫ്യൂവൽ ഫുള്ളായിട്ട് ബേൺ ആയി പോകുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ട് ഫ്യൂവൽ കൂടുതൽ ചെല്ലുന്നു, എന്തുകൊണ്ട് ഇത് ബേൺ ആകുന്നില്ല. അപ്പോൾ കൂടുതൽ ഫ്യൂവൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും, നമ്മുടെ വാഹനത്തിൻ്റെ പല സെൻസേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടും വരാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് അതല്ലെങ്കിൽ ഇഞ്ചക്ടേഴ്സിന് പ്രശ്നമുണ്ടെങ്കിൽ, ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടുതൽ ഫ്യൂവൽ അല്ലെങ്കിൽ ഡ്രോപ്പായിട്ട് ഫ്യൂവൽ അവിടെ ചെല്ലുകയാണെങ്കിൽ ഈ ഫ്യൂവൽ ബേൺ ചെയ്യാതെ നമ്മുടെ വാഹനത്തിൻ്റെ എക്സോസ്റ്റിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഹൈഡ്രോ കാർബൺസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏത് കാരണം കൊണ്ടാണ് കൂടുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, ഇതിൻ്റെ ഏറ്റവും മേളിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഫെയിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഹൈഡ്രോ കാർബൺസ് ആണെങ്കിൽ ഫ്യൂവൽ സെക്ഷൻ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കുക, ഫിൽറ്റർ അടക്കം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു ഹീറ്റായിട്ട് ഇരിക്കുന്ന ഒരു കണ്ടീഷൻ, അല്ലാതെ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ പൊല്യൂഷൻ സെൻറ്റർ. ആ 2 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഫെയിലായി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു 10-20 കിലോമീറ്റർ ഓടി വന്ന് ആ ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളത് പാസ്സാകുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഒരു കാര്യം കൂടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞൊരു റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്കുക.